പാലക്കാട് ജില്ലയിൽ നീർപക്ഷികളുടെ എണ്ണത്തിൽ വർധനവ്. കൊറ്റികളുടെയും നീർക്കാക്കകളുടെയും എണ്ണത്തിൽ വർധന ഉണ്ടായപ്പോൾ താറാവുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നതായി കണ്ടെത്തി. പാലക്കാട് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സംഘടിപ്പിച്ച ഏഷ്യൻ നീർപക്ഷി സർവേയുടെ ഭാഗമായി നടത്തിയ പക്ഷി നിരീക്ഷണത്തിലാണ് ജില്ലയിൽ നീർപക്ഷികളുടെ എണ്ണത്തിൽ വർധന ഉള്ളതായി കണ്ടെത്തിയത്. ജനുവരി 3 മുതൽ 18 വരെ ജില്ലയിലെ പ്രമുഖ ജലാശയങ്ങളിലാണ് നിരീക്ഷണം നടത്തിയത്. 44 ഇനത്തിൽപ്പെട്ട 4200ഓളം നീർപക്ഷികളെ കണ്ടെത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 50ഓളം പക്ഷി നിരീക്ഷകർ പങ്കെടുത്ത സർവേയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നീർപക്ഷികളുടെ എണ്ണത്തിൽ 22% വർധനവാണ് രേഖപ്പെടുത്തിയത്. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ, തെക്കേ മലമ്പുഴ, കവ, വെങ്കലക്കയം, കമ്പാലത്തറ, കുന്നംപിടാരി, മംഗലം ഡാം, വാളയാർ, കൊട്ടേക്കാട്, കല്ലേപ്പുള്ളി, കൊടുമ്പ്, കൽമണ്ഡപം, ചുള്ളിയാർ, കാഞ്ഞിരപ്പുഴ, ഭാരതപ്പുഴ, മായന്നൂർ എന്നിവിടങ്ങളിലായിരുന്നു സർവേ. വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ, ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, കേരളം വനം വന്യജീവി വകുപ്പ്, നാഷണൽ ബയോഡൈവേഴ്സിറ്റി ബോർഡ്, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് എന്നിവരുടെ സഹകരണത്തോടുകൂടിയാണ് ഇത്തവണ സർവേ സംഘടിപ്പിച്ചത്. 25 വർഷങ്ങൾക്ക് ശേഷം ജില്ലയിൽ ആദ്യമായി മഞ്ഞത്തലയൻ വാലുകുലുക്കിയെ സർവേയുടെ ഭാഗമായി കണ്ടെത്തി. കൂടാതെ പാലക്കാട് നഗരമധ്യത്തിൽ നിന്ന് അപൂർവ ഇനം ദേശാടകനായ ചാരത്തലയൻ തിത്തിരിയെ കണ്ടെത്തിയതും ജലാശയങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് പാലക്കാട് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെക്രട്ടറി ലിജോ പനങ്ങാടനും റിസർച്ച് കോർഡിനേറ്റർ സയ്യിദ് അൻവറും അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.